യൂത്ത് കോൺഗ്രസിലെ ദുരിതാശ്വാസ നിധി തട്ടിപ്പ് ആരോപണത്തിൽ യൂത്ത് കോൺഗ്രസ് നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ ഇന്ന് തെളിവെടുപ്പ് നടത്തും. പണം വകമാറ്റിയതും പരാതി പുറത്തു വന്നതിലും അന്വേഷണം. വിവരങ്ങളുമായി മേഘ കോഴിക്കോടും ചേരുകയാണ്. മേഘ, ഇത് ഏത് വിഷയത്തിലാണ് ഈ തെളിവെടുപ്പ്? പണം വകമാറ്റിയതിലാണോ അതോ ആ വാർത്ത പുറത്തു വന്ന വിഷയത്തിലാണോ? മനു, അതായത് കഴിഞ്ഞ ദിവസമാണ് യൂത്ത് കോൺഗ്രസിനുള്ളിലെ ദുരിതാശ്വാസ നിധി ഇതുമായി ബന്ധപ്പെട്ട് പണം വകമാറ്റി ചെലവിട്ടു എന്ന രീതിയിൽ ആ പരാതി പുറത്തു വന്നത്. അത് കൈരളി ന്യൂസാണ് ആദ്യം പുറത്തുവിടുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത്. രണ്ട് കാര്യത്തിൽ നിലവിൽ അന്വേഷണം നടത്തുന്നുണ്ട്. അതായത് എങ്ങനെയാണ് പണം വകമാറ്റി ചെലവിട്ടോ, അതിനൊപ്പം തന്നെ ഈ പരാതി, അതായത് യൂത്ത് കോൺഗ്രസ് ചേളന്നൂർ മണ്ഡലം പ്രസിഡന്റാണ് ഈ പരാതി രാഹുൽ മാങ്കൂട്ടത്തിന് അയക്കുന്നത്. മണ്ഡലം വൈസ് പ്രസിഡന്റ് പണം വകമാറ്റി ചെലവിട്ടു എന്നതായിരുന്നു പരാതിയിൽ പറയുന്നത്. എന്നാൽ ഈ പരാതി, അതായത് മണ്ഡലം പ്രസിഡന്റ് അയച്ച പരാതി മാധ്യമങ്ങൾക്ക് എങ്ങനെ ലഭിച്ചു, അതിനൊപ്പം തന്നെ ഈ പണം വകമാറ്റിയതുമായി ബന്ധപ്പെട്ട പരാതിയും നിലവിൽ അന്വേഷണ കമ്മീഷൻ പരിശോധിക്കുന്നുണ്ട്. ഈ പരാതി പുറത്തു വന്നതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് തന്നെ അത്തരത്തിലൊരു പരാതിയില്ല, അത് ഫേക്കായി നിർമ്മിച്ചതാണ് എന്നൊരു പ്രചാരണം കൂടി നടത്തിയിരുന്നു. പക്ഷെ അത്തരത്തിലൊരു പരാതി ഉണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കൈരളി ന്യൂസ് ആ വാർത്ത പുറത്തുവിട്ടത്. ഏതായാലും നിലവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നു. അബിൻ വർക്കി, സംസ്ഥാന ജനറൽ സെക്രട്ടറി അബിൻ വർക്കി ഉൾപ്പെടുന്ന സംസ്ഥാന നേതൃത്വം നേരിട്ട് കൊണ്ടാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത്. ഈ ചേളന്നൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് അശ്വിൻ എടവലത്ത്, അതിനൊപ്പം അനസ് എന്നീ വ്യക്തികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം പിരിക്കുന്നതിന്റെ ഭാഗമായി പിരിച്ച തുക വകമാറ്റി ചിലവിട്ടു എന്നതായിരുന്നു യൂത്ത് കോൺഗ്രസിനുള്ളിലെ തന്നെ പരാതി. ഈ പരാതി പുറത്തു വന്നു. വലിയ തരത്തിലുള്ള ഗ്രൂപ്പ് വഴക്കാണ് ഈ പരാതിക്ക് പിന്നിൽ എന്നതാണ് അശ്വിൻ എടവലത്ത് ഉൾപ്പെടെ കൈരളി ന്യൂസിനോട് അന്ന് വ്യക്തമാക്കിയത്. ഏത് അന്വേഷണവുമായി മുൻപോട്ട് പോകാൻ തങ്ങൾ തയ്യാറാണെന്നും പറയുന്നു. ഏതായാലും വലിയ തരത്തിൽ പണം വകമാറ്റി ചെലവിട്ടു എന്ന പരാതിക്കൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിനുള്ളിൽ വലിയ തർക്കമാണ് ഇപ്പോൾ പുകയുന്നത്. മനു, ഏതായാലും പണം തട്ടിയെന്ന പരാതിയിൽ യൂത്ത് കോൺഗ്രസ് തന്നെ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ എന്ന തെളിവെടുപ്പ് നടത്തും. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ പരാതി, ഈ വിഷയം എങ്ങനെ പുറത്തറിഞ്ഞു, മാധ്യമങ്ങളിലൂടെ പുറം ലോകം അറിഞ്ഞു എന്നതിനെക്കുറിച്ചുമാണ് കമ്മീഷൻ അന്വേഷണം നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മേഘയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.